തിരഞ്ഞെടുപ്പ് രേഖകൾ എങ്ങനെ സുരക്ഷിതമായി പാക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഈ വിശദമായ പഠന സെഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സാധാരണ പാക്കിംഗ് അല്ല, വലിയൊരു നിയമപരമായ ഉത്തരവാദിത്വമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ശരിയാണ്. നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ ഓരോ സ്ലൈഡുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അതിൽ കാണുന്ന ഈ 6 പ്രധാന പാക്കറ്റുകളിലാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കളർ കോഡുകൾ നൽകിയിട്ടുള്ള ആ 6 പാക്കറ്റുകൾ. വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള രേഖകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത നിലനിൽക്കുന്നത്. അതെ, ശരി. നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ സ്ലൈഡിൽ കാണുന്ന പാക്കറ്റ് 1ലേക്കും 2ലേക്കും തന്നെ നമുക്ക് വരാം. ഇത് രണ്ടും വെള്ള നിറത്തിലുള്ള കവറുകളാണ്. ഏറ്റവും ആദ്യം കൈകാര്യം ചെയ്യേണ്ട അടിയന്തര രേഖകളാണിവ. അതെ, പാക്കറ്റ് 1 എന്നത് EVM പേപ്പർ കവറാണ്. സ്ലൈഡിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് അൺസീൽഡായി, അതായത് സീൽ ചെയ്യാതെയാണ് വെക്കേണ്ടതെന്ന്. ശരിയാണ്, സീൽ ചെയ്യാൻ പാടില്ല. ഇതിനുള്ളിൽ ഫോം 17C-യുടെ 2 കോപ്പികൾ വെക്കണം. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിലെ പാർട്ട് 1, 2, 3 എന്നിവയും വെക്കണം. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പ്രിന്റ് ചെയ്ത VVPAT, അതായത് VVPAT മോക്ക് പോൾ സ്ലിപ്പുകൾ വെക്കുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള എൻവലപ്പിലാക്കി പൂർണ്ണമായും സീൽ ചെയ്തിട്ടാകണം. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. ഈ ഫോം 17C എന്ന് പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു രേഖ എന്തിനാണ് സീൽ ചെയ്യാതെ തുറന്നുവെക്കാൻ ആവശ്യപ്പെടുന്നത്? അതായത്, ഇത് തികച്ചും പ്രായോഗികമായ ഒരു തീരുമാനമാണ്. നിങ്ങൾ കളക്ഷൻ സെന്ററിൽ തിരിച്ചെത്തുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എത്ര വോട്ട് പോൾ ചെയ്തു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓ, മനസ്സിലായി. അപ്പോൾ കവർ സീൽ ചെയ്തു വെച്ചാൽ അവർക്കത് പൊട്ടിച്ചു നോക്കേണ്ടി വരും. അതെ, ആ ഒരു കാലതാമസം ഒഴിവാക്കാനാണ് ഫോം 17C-യും പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടും അൺസീൽഡായി വെക്കാൻ പറയുന്നത്. അതുവഴി വിവരങ്ങൾ വളരെ വേഗത്തിൽ നോക്കാൻ സാധിക്കും. വളരെ വ്യക്തമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ആ VVPAT മോക്ക് പോൾ സ്ലിപ്പുകൾ മാത്രം ഒരു കറുത്ത കവറിലാക്കി സീല് ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാവിലെ യന്ത്രങ്ങൾ പരിശോധിച്ചുറപ്പുവരുത്താൻ ചെയ്യുന്ന മോക്ക് പോൾ സ്ലിപ്പുകൾ പിന്നീട് യഥാർത്ഥ വോട്ടുകളുടെ സ്ലിപ്പുകളുമായി യാതൊരു കാരണവശാലും കലരാൻ പാടില്ല. അത് വലിയ പ്രശ്നമുണ്ടാക്കും. അതെ, വോട്ടെണ്ണൽ സമയത്ത് അത് ആശയക്കുഴപ്പമുണ്ടാക്കും. തീർച്ചയായും. അതുകൊണ്ടാണ് വെളിച്ചം കടക്കാത്ത കറുത്ത കവറിലിട്ട് പിങ്ക് പേപ്പർ സീല് വെച്ച് ഭദ്രമായി സീല് ചെയ്തു വെക്കുന്നത്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ വെള്ള പാക്കറ്റിലേക്ക് വരാം. പാക്കറ്റ് 2 സ്ക്രൂട്ടിനി കവർ. ഈ മാസ്റ്റർ എൻവലപ്പും സീല് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ട്. ഈ കവറിലെ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി, വിസിറ്റ് ഷീറ്റ്, അന്ധരും അവശരമായ വോട്ടർമാരുടെ ലിസ്റ്റ് ആയ 14A എന്നിവയെല്ലാം അൺസീൽഡായി വെക്കണം. അതെ, കൂടാതെ വോട്ടർ ടേൺഔട്ട് റിപ്പോർട്ട് അഥവാ PS05, 16 പോയിന്റ് ഒബ്സർവർ റിപ്പോർട്ട്, അക്വിറ്റൻസ് റോൾ എന്നിവയും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു വൈരുദ്ധ്യം കാണുന്നു. ഇതേ സ്ക്രൂട്ടിനി കവറിൽ വെക്കുന്ന വോട്ടർമാരുടെ രജിസ്റ്റർ, അതായത് 17A രജിസ്റ്റർ മാത്രം കർശനമായി സീൽ ചെയ്തിരിക്കണമെന്ന് സ്ലൈഡിൽ പറയുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ബാക്കിയെല്ലാം അൺസീൽഡ് ആക്കുമ്പോൾ 17A രജിസ്റ്റർ മാത്രം എന്തിനാണ് സീൽ ചെയ്യുന്നത്? ഒരു തിരഞ്ഞെടുപ്പ് നിരീക്ഷകന് പരിശോധിക്കണമെങ്കിൽ അതും വേണ്ടേ? ഇല്ല, അവിടെയാണ് തിരഞ്ഞെടുപ്പ് രേഖകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര പേർ വോട്ട് ചെയ്തു എന്നറിയാൻ നിരീക്ഷകന് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയോ അല്ലെങ്കിൽ PS05 റിപ്പോർട്ടോ നോക്കിയാൽ മതി. ശരിയാണ്, അതിൽ സംഖ്യകളുണ്ടല്ലോ. അതെ, എന്നാൽ 17A രജിസ്റ്റർ അങ്ങനെയല്ല. അതിൽ വോട്ട് ചെയ്ത ഓരോരുത്തരുടെയും വ്യക്തിവിവരങ്ങളും അവരുടെ ഒപ്പുമടങ്ങിയിട്ടുണ്ട്. വോട്ടർമാരുടെ രഹസ്യാത്മകത സംരക്ഷിക്കാൻ അത് സീൽ ചെയ്തേ മതിയാകൂ. അപ്പൊ വോട്ടർമാരുടെ സ്വകാര്യതയാണല്ലേ ഇവിടെ പ്രധാനം? തീർച്ചയായും. പോസ്റ്റ് പോൾ സ്ക്രൂട്ടിനി സമയത്ത് എന്തെങ്കിലും വലിയ പരാതികൾ ഉയർന്നാൽ മാത്രമേ അത് തുറന്നു പരിശോധിക്കുകയുള്ളൂ. ഓ, മനസ്സിലായി. സ്ലൈഡിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്ക്രൂട്ടിനി കവർ EVM വെക്കുന്ന സ്ട്രോങ് റൂമിൽ വെക്കാൻ പാടില്ല. ഇത് പ്രത്യേകം സൂക്ഷിക്കണമെന്ന്. അതെ, EVM സ്ട്രോങ് റൂം സീൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. എന്നാൽ സ്ക്രൂട്ടിനി രേഖകൾ തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കേണ്ടി വരും. ശരി,
റീപോളിംഗ് വേണ്ടി വരുമോ എന്ന് തീരുമാനിക്കാൻ ഈ രേഖകൾ നോക്കേണ്ടി വരുമല്ലേ? അതെ, കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണിത് വേർതിരിച്ചു വയ്ക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ഇനി പാക്കറ്റ് നമ്പർ 3 ഇതും ഒരു വെള്ള കവറാണ്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇതിലെ എല്ലാ എൻവലപ്പുകളും കർശനമായി സീൽ ചെയ്തിരിക്കണം. ഒരു സംശയവും വേണ്ട, മുഴുവനായും സീൽ ചെയ്യണം. ഇതിൽ 5 പ്രധാന കാര്യങ്ങളാണ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ റോളിന്റെ മാർക്ക് ചെയ്ത കോപ്പിയും CSV ലിസ്റ്റും വോട്ടർ സ്ലിപ്പുകൾ, ഉപയോഗിക്കാത്ത ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളും. അതെ, പിന്നെ ഉപയോഗിച്ച ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളും ഫോം 17Bയും ഇതിൽ വരും. കൂടാതെ ചാലഞ്ച് ചെയ്യപ്പെട്ട വോട്ടുകളുടെ ലിസ്റ്റായ ഫോം 14 കൂടിയുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്റ്റാറ്റ്യൂട്ടറി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാം സീൽ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വാക്കിന്റെ അർത്ഥം തന്നെ നിയമപരമായി പ്രാധാന്യമുള്ളത് എന്നാണ്. ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ, ഈ കവറിലെ രേഖകൾ കോടതിയിലോ മറ്റ് അന്വേഷണങ്ങളിലോ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അതായത് കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ മാത്രം. അതെ. ഉദാഹരണത്തിന്, ഒരു ബൂത്തിൽ കള്ളവോട്ട് നടന്നു എന്ന് പരാതി വന്നാൽ കോടതി ആദ്യം നോക്കുന്നത് ഈ മാർക്ക് ചെയ്ത വോട്ടർ പട്ടികയും വോട്ടേഴ്സ് സ്ലിപ്പുകളുമാണ്. അവ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ ഇതിൽ യാതൊരു കൃത്രിമവും നടക്കാൻ പാടില്ല. തീർച്ചയായും. ഇത് ഭാവിയിൽ ഒരു വലിയ തെളിവായി മാറേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പൂർണ്ണമായി സീൽ ചെയ്യണമെന്ന് പറയുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണത്. ഇനി നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് വരാം. സ്ലൈഡിൽ കാണുന്നത് പാക്കറ്റ് 4 ആണ്. ഇവിടെ നിറം മാറുകയാണ്. ഇതൊരു മഞ്ഞ നിറത്തിലുള്ള കവറാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ. മഞ്ഞ നിറം. ഇതിൽ കുറേയധികം ഫോമുകൾ വരുന്നുണ്ട്. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധേയമാകുന്നത്. 11 എൻവലപ്പുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. ഇലക്ടറൽ റോളിന്റെ കോപ്പികൾ, ഫോം 10, ഫോം 12B അഥവാ EDC, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡിക്ലറേഷനുകൾ. അതെ, പിന്നെ ചലഞ്ച് വോട്ടുകളുടെ രസീത് ബുക്കും പണവും, പ്രായം തെളിയിക്കുന്ന ഡിക്ലറേഷനുകൾ. കൂടാതെ ഉപയോഗിക്കാത്തതും കേടായതുമായ പേപ്പർ സീലുകൾ, സ്പെഷ്യൽ ടാഗുകൾ, ഉപയോഗിക്കാത്ത വോട്ടേഴ്സ് സ്ലിപ്പുകൾ, റൂൾ 49MA പ്രകാരമുള്ള ഡിക്ലറേഷൻ, ASD ലിസ്റ്റിലെ ഡിക്ലറേഷൻ, പിന്നെ പോലീസിന് നൽകുന്ന പരാതിയുടെ കത്ത്. ശരിയാണ്, ഇതൊരു വലിയ ലിസ്റ്റാണ്. എന്തിനാണ് ഈ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരുമിച്ച് ഈ മഞ്ഞ കവറിൽ വെക്കുന്നത്? ഉപയോഗിക്കാത്ത സ്ലിപ്പുകൾ തൊട്ട് പോലീസിന് കൊടുക്കുന്ന കത്ത് വരെ ഇതിലുണ്ട്. ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ കൂട്ടമായി തോന്നാം. എന്നാൽ നേരത്തെ പറഞ്ഞ നിയമപരമായ വോട്ടിംഗ് രേഖകളിൽ നിന്ന് ഇവയെ വേർതിരിച്ച് എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് മഞ്ഞ നിറം നൽകിയിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണോ? അതെ, ഭരണപരമായ കണക്കെടുപ്പുകൾക്കും ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കും വേണ്ടിയുള്ള രേഖകളാണിത്. നിയമപരമായവ വെള്ളക്കവറിലും ഭരണപരമായവ മഞ്ഞക്കവറിലും. അതൊരു നല്ല വിഭജനമാണ്. ഈ കേടായ പേപ്പർ സീലുകൾ എന്തിനാണ് തിരികെ നൽകുന്നത്? അത് കളഞ്ഞാ പോരെ? ഒരിക്കലും പാടില്ല. ഓരോ പേപ്പർ സീലിനും കൃത്യമായ സീരിയൽ നമ്പറുകളുണ്ട്. കേടായവ തിരികെ നൽകി കണക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് എന്തെങ്കിലും കൃത്രിമത്വത്തിനായി ഉപയോഗപ്പെട്ടേക്കാം. മനസ്സിലായി. 49MA ഡിക്ലറേഷൻ എന്ന് പറയുന്നത് VVPAT സ്ലിപ്പിലെ ചിഹ്നം മാറിയെന്ന് വോട്ടർ പരാതിപ്പെടുമ്പോൾ നൽകുന്ന ടെസ്റ്റ് വോട്ടിന്റെ രേഖയല്ലേ? അതെ, കൃത്യമായി പറഞ്ഞു. അത്തരം രേഖകളെല്ലാം ഭദ്രമായി ഏൽപ്പിക്കണം. ശരി, അങ്ങനെ പേപ്പർ വർക്കുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള പോളിംഗ് സാമഗ്രികൾ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം. പാക്കറ്റ് 5 തവിട്ട് നിറത്തിലും പാക്കറ്റ് 6 നീല നിറത്തിലുമാണ്. ഇനി സാധനങ്ങളുടെ പാക്കിംഗ് ആണ്. സ്ലൈഡിൽ കാണുന്നതുപോലെ പാക്കറ്റ് 5ൽ വരുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ്ബുക്ക്, മാനുവലുകൾ, മായാത്ത മഷിയടങ്ങിയ കുപ്പി, ഉപയോഗിച്ച സെൽഫ് ഇങ്കിംഗ് പാഡുകൾ എന്നിവയാണ്. അതെ, ആ മായാത്ത മഷിയുടെ കാര്യം പ്രത്യേകം പറയണം. അതെ, സ്ലൈഡിൽ ഒരു നിർദ്ദേശമുണ്ട്. മഷിക്കുപ്പിയുടെ അടപ്പ് മെഴുകുതിരിയോ ഉരുക്കിയൊഴിച്ച് സീൽ ചെയ്തിരിക്കണമെന്ന്. ക്ഷീണമുള്ള ആ സമയത്ത് ഇത് പ്രായോഗികമാണോ? എന്താ പറയുക, അതൽപ്പം ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ ചിന്തിച്ചു നോക്കൂ, ആ മഷിക്കുപ്പി ശരിയായി അടച്ചില്ലെങ്കിൽ യാത്രാമധ്യേ അത് ചോർന്നുപോകും. വണ്ടിയുടെ കുലുക്കത്തിൽ അങ്ങനെ സംഭവിക്കാം. ആ മഷി ചോർന്ന് മറ്റു വിലപ്പെട്ട തിരഞ്ഞെടുപ്പ് രേഖകളിൽ, അതായത് 17Aയിലോ 17Cയിലോ വീണാൽ എന്താകും അവസ്ഥ? ആ ബൂത്തിലെ മുഴുവൻ വോട്ടുകളും അതോടെ അസാധുവാകും.
അതൊരു വലിയ ദുരന്തം തന്നെയായിരിക്കും. അതെ, ഒരു മെഴുകുതിരി കത്തിച്ച് 2 തുള്ളി മെഴുക് അതിനു മുകളിൽ ഇറ്റിക്കാൻ വെറും 2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. മഷി ചോർന്ന രേഖകൾ നശിച്ചു പോകാതിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. തീർച്ചയായും ആ 2 മിനിറ്റ് സമയം മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. ഇനി 6ാമത്തെ നീല പാക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ്, ഉപയോഗിക്കാത്ത മറ്റു ഫോമുകൾ, പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ, ആരോ ക്രോസ് മാർക്ക് സ്റ്റാമ്പ്, മഷിവയ്ക്കുന്ന കപ്പ്, മറ്റു സാധനങ്ങൾ. അതെ, അതോടെ പാക്കിംഗ് ഏതാണ്ട് പൂർണ്ണമാകുന്നു. ഇനി ഈ രേഖകൾ തിരികെ ഏൽപ്പിക്കുമ്പോഴുള്ള സുപ്രധാന നടപടികളാണ് ബാക്കിയുള്ളത്. അതെ, നമ്മുടെ അവസാനത്തെ സ്ലൈഡുകളിലേക്ക് നാം കടക്കുകയാണ്. അവസാനത്തെ കൈമാറ്റവും അതിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകളും ആവശ്യമായ കാര്യങ്ങൾ. ഫോം M21 ആണല്ലോ ഇതേ പ്രധാനം. സാധനങ്ങൾ തിരികെ നൽകുന്നതിന്റെ രസീതാണത്. 2 കോപ്പികൾ തയ്യാറാക്കണം. എന്നാൽ ഇതിൽ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകൾ ആവശ്യമുള്ള വലിയൊരു ലിസ്റ്റാണ്. നോക്കൂ, സ്പെഷ്യൽ ടാഗുകൾ, പേപ്പർ സീലുകൾ, ഫോം 10, PO റിപ്പോർട്ടിന്റെ എല്ലാ പാർട്ടുകളും, മോക്ക് പോൾ ബ്ലാക്ക് എൻവലപ്പ്. അതെ, കൂടാതെ VVPAT ഡ്രോപ്പ് ബോക്സിന്റെ ടാഗുകൾ 17 ക്ലോസ് ചെയ്യുമ്പോൾ 17C വോട്ടുകളുടെ കണക്ക്. ഇനിയുമുണ്ട് PO ഡിക്ലറേഷനുകൾ, ചാലഞ്ച് ഫീസ് റെസീറ്റ്, ബാറ്ററി പാക്ക് മാറ്റിയ ടാഗ്, CU, VVPAT എന്നിവയുടെ ക്യാരി കേസുകളിലെ ടാഗുകൾ. ഇവയിലെല്ലാം ഏജന്റുമാരുടെ ഒപ്പുവേണം. കൂടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ തിരിച്ചറിയൽ റബ്ബർ സ്റ്റാമ്പും എല്ലാ ഫോമുകളിലും ടാഗുകളിലും പതിപ്പിച്ചിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ബൂത്തിന്റെ ഉത്തരവാദിത്വം പ്രിസൈഡിംഗ് ഓഫീസർക്കാണല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് കർശനമാക്കിയിരിക്കുന്നത്? സുതാര്യതയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. പ്രിസൈഡിംഗ് ഓഫീസർ ഔദ്യോഗിക പ്രതിനിധിയാണ്. എന്നാൽ പോളിംഗ് ഏജന്റുമാർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അവരുടെ സമ്മതത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തെളിയിക്കാനാണോ ഇത്? അതെ. ഭാവിയിൽ ഉദ്യോഗസ്ഥർ മെഷീനിൽ കൃത്രിമം കാണിച്ചു എന്ന് ആർക്കും ആരോപണമുന്നയിക്കാനാകില്ല. കാരണം സ്വന്തം പോളിംഗ് ഏജന്റ് തന്നെ ഇതിലെല്ലാം ഒപ്പിട്ടിട്ടുണ്ടല്ലോ. തർക്കങ്ങൾ ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. ശരിയാണ്. ഉദ്യോഗസ്ഥർക്കും ഇതൊരു സംരക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈ വിശദമായ പരിശീലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തിയിരിക്കുകയാണ്. ഒന്നുകൂടി ചുരുക്കത്തിൽ ഓർമ്മിപ്പിക്കാം. ആ 6 പാക്കറ്റുകൾ തന്നെ. പാക്കറ്റ് 1 വെള്ള നിറം. ഇതിൽ അൺസീൽഡായ രേഖകളും VVPAT സ്ലിപ്പുകളുടെ കറുത്ത കവറും. പാക്കറ്റ് 2 വെള്ള നിറം. സ്ക്രൂട്ടിനി കവറുകൾ 17A മാത്രം സീൽ ചെയ്യുക. പാക്കറ്റ് 3 വെള്ള നിറം. സ്റ്റാറ്റ്യൂട്ടറി കവർ എല്ലാം കർശനമായി സീൽ ചെയ്യുക. അതെ. പിന്നെ പാക്കറ്റ് 4 മഞ്ഞ നിറം. നോൺ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ. പാക്കറ്റ് 5 തവിട്ട് നിറം. മാനുവലുകളും മെഴുകുവെച്ച് സീൽ ചെയ്ത മഷിക്കുപ്പിയും. പാക്കറ്റ് 6 നീല നിറം. ബാക്കിയുള്ള മറ്റു വസ്തുക്കൾ. കൃത്യം. സ്ലൈഡുകളിലൂടെ നമ്മൾ വിശദീകരിച്ച ഈ ക്രമീകരണങ്ങൾ ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥനും യാതൊരു വീഴ്ചയുമില്ലാതെ പാലിക്കേണ്ടതുണ്ട്. അതെ, ഈ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കാണുന്ന ജനാധിപത്യം എന്നത് ഒരു വോട്ടിംഗ് മെഷീനിൽ ബട്ടൺ അമർത്തുന്നത് മാത്രമല്ല. വളരെ ശരിയാണ്. ആ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നിങ്ങൾ ചെയ്യുന്ന ഈ ഓരോ സീലുകളെയും ഫോം 17Cയിലെയും 17Aയിലെയും കൃത്യതയിലുമാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഭാവിയും വിശ്വാസ്യതയും ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഈ നിശബ്ദമായ കൃത്യതയില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനും അതിന്റെ പവിത്രത അവകാശപ്പെടാനാകില്ല. ഈ ഉത്തരവാദിത്തം എത്രത്തോളം വലുതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ അർത്ഥവത്തായ വാക്കുകൾ. ഇതൊരു മഹത്തായ സേവനമാണ്. ഈ ആഴത്തിലുള്ള പഠനത്തിൽ പങ്കെടുത്ത എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും നന്ദി. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.